അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1392. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹു ഖാൽ. സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദ്ദിസിനി ബി അംരിൻ അഅ്തസിമു ബിഹി, അവിടുന്ന് എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, ഞാനത് മുറുകെ പിടിക്കും. എൻ്റെ വിജയത്തിനാവശ്യമായ, എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു കാര്യം അവിടുന്ന് എനിക്ക് പറഞ്ഞു തരണം, ഞാനത് മുറുകെ പിടിക്കും. ഖാല, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ റബ്ബി അല്ലാഹ് സുമ്മ ഇസ്തഖിം, അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് നീ പറയണം. സുമ്മസ്തഖിം, നീ അത് യഥാർത്ഥ ചൊവ്വായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും വേണം. അള്ളാഹുവിൻ്റെ തൗഹീദ് അത് അംഗീകരിക്കുകയും അതോടുകൂടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും ആ യഥാർത്ഥ റൂട്ടിൽ ഉറച്ചു നിൽക്കുക. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ, എൻ്റെ മേൽ തങ്ങൾ പേടിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്? എൻ്റെ ആഖിറം നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ തങ്ങൾ എൻ്റെ മേൽ ഭയപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടായേക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്? ഫഅഖദ ബിലിസാനി നഫ്സിഹി, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് പിടിച്ചു. തുമ്മ ഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാദാ, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. നാവാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. നാവ് കൊണ്ടുള്ള സംസാരങ്ങൾ അത് പലപ്പോഴും നമ്മെ യഥാർത്ഥ മാർഗത്തിൽ നമ്മളെ തെറ്റിക്കും. പല സംസാരങ്ങളും നമ്മൾ നാവിൽ നിന്ന് വീണുപോയാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ അത്തരം സംസാരങ്ങൾ നമ്മളെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെടാൻ കാരണമാകും. ഇപ്പൊ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് യഥാർത്ഥ റൂട്ടിൽ ഉറച്ചു നിൽക്കുകയും ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു അവയവമാണ്, തെറ്റിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു അവയവമാണ് നാവ്. ആ നാവിനെ നിയന്ത്രിക്കണം. ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും അതിലെന്തെങ്കിലും ഒരു ഫായിദയുണ്ടോ, ദുന്യവിയോ ഉഖ്റവിയോ ആയിട്ട് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ, ഗുണങ്ങളുണ്ടോ എന്ന് ആലോചിച്ചേ നമ്മൾ ഇതിൽ ഇടപെടാവൂ. എല്ലാറ്റിലും ഇടപെട്ട് നമ്മൾ നാവിട്ടടിക്കരുത്. അത് ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടും, പ്രതിഫലവും ശിക്ഷയും ഉണ്ട്, ഓരോ സംസാരത്തിനും ഓരോന്നിനും ഉണ്ട് എന്ന ബോധം നമുക്കുണ്ടാവുകയും അതനുസരിച്ച് നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. വേണ്ടടുത്ത് മാത്രം ഉപയോഗപ്പെടുത്തണം, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അല്ലാഹു തആല ആ രൂപത്തിൽ എല്ലാ അവയവങ്ങളെയും, പ്രത്യേകിച്ച് നാവിനെ, തെറ്റുകളിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.